എന്റെ ജീവിതത്തിൽ ഏറ്റവും 28 വർഷക്കാലം ഞാൻ മലയാള പ്രൊഫഷണൽ നാടകവേദിയിൽ നാടകം കളിച്ചിട്ടുണ്ട്. അതിൽ മേക്കപ്പ് ചെയ്യാതെ നാടകം കളിച്ചത് മണിച്ചേട്ടൻ നമ്മളെ വിട്ട് പോയി എന്നറിഞ്ഞതാണ്. പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചാലക്കുടിയിലാണുള്ളത്. ചാലക്കുടി നമ്മുടെ കലഭ മണിച്ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് നടന്നു വരുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതുണ്ടോ, ഗേറ്റെല്ലാം പൂട്ടിയിട്ടേക്കുക. പ്രിയരെ, ഇതാണ് നമ്മുടെ മൺമറഞ്ഞു പോയ കറുത്തമുത്ത് കലാഭവൻ മണിച്ചേട്ടൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഉണ്ടോ. ഇതാണ് മണിച്ചേട്ടൻ്റെ വീടിൻ്റെ ഇപ്പുറത്തെ സ്ഥലം. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പം ഞാനും നമ്മുടെ കണ്ണൻ മണിനാഥും കൂടെ ആയിരുന്നു ചാലക്കുടിക്ക് വന്നത്. കണ്ണൻ മണിനാഥും വീടിൻ്റെ സൈഡിലാണ്. കണ്ണൻ മണിനാഥം എന്നാ പറയുന്നത്? മണിച്ചേട്ടൻ്റെ മണിച്ചേട്ടൻ ഇരുന്ന തിണ്ണ, വീടിൻ്റെ തിണ്ണയാണ് ചമരെ ഇപ്പം നിങ്ങൾ കണ്ടത്. ഇതേ മണിച്ചേട്ടൻ്റെ ബുള്ളറ്റ് ഇരിക്കുന്നു. മണിച്ചേട്ടൻ്റെ സ്മൃതി മണ്ഡപത്തിൽ ആൾക്കാർ പുഷ്പാർച്ചന നടത്തുവാണ്. കാണുമ്പം വല്ലാത്തൊരു സങ്കടം. അന്നത്തിനായി ഞാൻ കല്ലുപണിയുമ്പോ, അന്നത്തിനായി ഞാൻ കല്ലുപണിയുമ്പോ, ചങ്കിനകത്തോരെ നീറ്റല ദൈവമേ. താരങ്ങളെന്തോരം മണ്ണിലുണ്ടെങ്കിലും ചാലക്കുടിക്കാരൻ ചങ്കിലാണേ. താരങ്ങളെന്തോരം മണ്ണിലുണ്ടെങ്കിലും മണിച്ചേട്ടൻ്റെ പാടിയിലെത്തിയിട്ടുണ്ട്. ഇതാണ് പാടി. മണിച്ചേട്ടൻ്റെ അച്ഛൻ നട്ടു വളർത്തിയ ജാതിമരങ്ങൾ ഈ കാണുന്നതാണ്. മണിച്ചേട്ടൻ്റെ കരസ്പർശം ഏറ്റ ജാതിമരങ്ങൾ. ഇതാണ് പാടിയിലേക്കുള്ള വഴി. ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ പാടിയുടെ പ്രദേശങ്ങൾ. ഇപ്പോൾ ആ കെട്ടിടങ്ങളെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഉണ്ടോ, അങ്ങനൊരു കേസായി. മൊത്തം അതിനകത്ത് കരിയിലയും ഷീറ്റെല്ലാം പോയി. ഇതാണ് മണിച്ചേട്ടൻ്റെ സ്വന്തം കൂടപ്പുഴ. ഈ പാടിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഇതുണ്ടോ അതിമനോഹരമായ കൂടപ്പുഴ. ഇവിടെ നിന്നാണ് മണിച്ചേട്ടൻ മറ്റേ തൊണ്ട പൊട്ടി പാടില്ലേ, പാടുമ്പോൾ അക്കരെയുള്ള ചേച്ചിമാർ കറുത്ത യേശുദാസതയെ പാടുന്നുണ്ടെന്ന് പറയുന്ന പുഴ. കൂടപ്പുഴ ആകെ അലഞ്ഞോ